ഞെട്ടിക്കുന്ന, നടുക്കുന്ന ചില തെളിവുകളാണ് പൊന്നുപ്രേക്ഷകരെ വരുന്നത്. ആന്ധ്രാപ്രദേശിൽ എങ്ങനെയാണ് എൻ.ഡി.എ സഖ്യം അധികാരത്തിൽ വന്നത്? സത്യം പറഞ്ഞാൽ രാത്രിക്ക് രാത്രി വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുകയാണ്. അതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. വീഡിയോ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്ക് നരേന്ദ്രമോദി കാണിക്കുന്ന വൃത്തികേടും വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തിട്ട് എത്ര വോട്ടാണ് എൻ.ഡി.എക്ക് പോയത്, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കണക്കുകളൊക്കെ പറയുന്ന ഒരു തെളിവുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. ഞാനും നിങ്ങളും മുഖ്യധാര മാധ്യമങ്ങളിൽ കേൾക്കുന്ന വാർത്ത, എലക്ഷൻ വരുമ്പോൾ, നോർത്ത് ഇന്ത്യയിൽ എലക്ഷൻ വരുമ്പോൾ ബി.ജെ.പി അട്ടിമറിച്ച് ജയിച്ചു. അതായത് എത്രയോ 200 സീറ്റ് ഉണ്ടെങ്കിൽ 190 സീറ്റ് ബി.ജെ.പിക്കാണ് കിട്ടുന്നത്. ബാക്കി 10 സീറ്റാണ് മറ്റു പാർട്ടികൾക്ക് കിട്ടുന്നത്. നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്, ഇതെങ്ങനെയാണ് മോദിക്ക് ഇത്രയും സീറ്റ് കിട്ടുന്നത് എന്ന്. പൊന്നുപ്രേക്ഷകരെ, നടുക്കുന്ന തെളിവുകളാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡു കരയുകയാണ്. ഉറപ്പായിട്ടും അധികാരം പോവും. വലിയ വിവാദമാണ്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ്, അതായത് അവിടെ ആന്ധ്രാപ്രദേശ് അട്ടിമറിച്ച വാർത്തയുടെ ക്ലിപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. അതിനു മുമ്പ് പൊന്നുപ്രേക്ഷകരെ, ഇദ്ദേഹം ആരെന്നറിയോ? രാഘവ് ചാദ. നിങ്ങളിൽ കൂടുതൽ പേർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാൻ പറ്റും. അറിയില്ലെങ്കിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കണം. അതായത് സാധാരണക്കാരായ ജനങ്ങൾ ഇദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കണം. നിങ്ങൾ ഏത് പാർട്ടി ഉണ്ടാക്കിയാലും ആ പാർട്ടിയെ ജനങ്ങളായ ഞങ്ങൾ പിന്തുണക്കാമെന്നാണ് പറയുന്നത്. ആ കമന്റിന് വരുന്ന ലൈക്ക് നിങ്ങളൊന്ന് നോക്കണം. ലക്ഷക്കണക്കിന് ലൈക്കാണ് ആ ഒരു കമന്റിന് വരുന്നത്. ആരാണ് രാഘവ് ചാദ എന്ന് നമുക്ക് പരിശോധിച്ചതിന് ശേഷം ആന്ധ്രാപ്രദേശ് തട്ടിപ്പ് നമുക്കൊന്ന് ക്ലിയറായി കൃത്യമായിട്ട് പറയാം. പൊന്നുപ്രേക്ഷകരെ, രാഘവ് ചാദ എന്ന് പറയുന്നവൻ, അയാൾ സാധാരണക്കാരായ നമുക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് എയർപോർട്ടിലേക്ക് നമ്മൾ സാധാരണക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചായക്ക് കൊടുക്കുന്നത് 200-300 രൂപയല്ലേ? എന്നാൽ രാഘവ് ചാദ ഇടപെട്ടിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നത് സാധാരണക്കാരനായ പ്രവാസിയാണ്. പൈസയൊന്നുമില്ലാത്ത പ്രവാസികൾ പോകുമ്പോൾ അവിടെ ചായക്ക് എന്തിനാണ് 200-300 രൂപ നിങ്ങൾ മേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാഘവ് ചാദ ഇടപെട്ടിട്ട് 10 രൂപ ചായക്കും കോഫിക്കൊക്കെ 10-20 രൂപയുമാക്കി മാറ്റുകയാണ്. നോക്കൂ, സാധാരണക്കാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. ഇപ്പോൾ ചില എം.പിമാരും എം.എൽ.എമാരും ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് വലിയ വലിയ ബിൽഡിംഗ് ആണ്, ഹോസ്പിറ്റലുകളാണ്. അതൊക്കെ വേണം, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ രാഘവ് ചാദ ഇദ്ദേഹം ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് അത്യാവശ്യം വേണ്ടത് ഈ റീചാർജ് ഉണ്ടല്ലോ. ഇപ്പൊ മൊബൈൽ ഫോണിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നത് 350 രൂപയാണ്. ഈ റീചാർജ് എങ്ങനെയെങ്കിലും ഒരു 200 രൂപയാക്കി കിട്ടിയാൽ നമുക്ക് അതിന്റെ ഒരു ഗുണമുണ്ടല്ലോ. അതാണ് രാഘവ് ചാദ പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. അതായത് എന്തിനാണ് 350 രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് രാഘവ് ചാദ. ഇപ്പോൾ ഒരു മാസത്തിലുള്ളത് 30 ദിവസമാണ്. പക്ഷേ നമുക്ക് ഡാറ്റ യൂസ് ചെയ്യാൻ കിട്ടുന്നത് 28 ദിവസമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു മാസം നമ്മൾ എക്സ്ട്രാ റീചാർജ് ചെയ്യുന്നു. ഇത് എന്തിനാണ് ഇങ്ങനെ റീചാർജ് ചെയ്യുന്നത്? ഇത് പാവങ്ങളായ ഒന്നിനും ഗതിയില്ലാത്ത ജനങ്ങളെ എന്തിനാണ് പഞ്ഞിക്കിടുന്നത് എന്നാണ് ഈ പറയുന്ന രാഘവ് ചാദ ചോദിക്കുന്നത്. സത്യസന്ധമായ ചോദ്യമല്ല. ഇതൊക്കെയല്ലേ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടത്? ബിൽഡിംഗ് ആണോ? വലിയ വലിയ ബിൽഡിംഗ് വന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് വേണ്ടത് ഇത്രയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലല്ലേ? രാഘവ് ചാദയുടെ ഒരു ഒരു ചെറിയൊരു വാർത്തയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണാൻ നോക്കുക. എല്ലാ സർക്കാർ ജോലികൾക്കും പരീക്ഷ നിർബന്ധമാണെങ്കിൽ ഒരു നാടിനെ ഭരിക്കാൻ പോകുന്ന നേതാവിന് എന്തുകൊണ്ട് ഒരു പരീക്ഷയില്ല? ഇതൊക്കെ ചോദ്യമല്ലേ? നിങ്ങൾ നോക്കൂ പൊന്നുപ്രേക്ഷകരെ, നമുക്ക് ഒരു 5,000 റുപ്യ എന്തിനു വേണം? 3,000 റുപ്യ സാലറി കിട്ടുന്ന ഒരു പണിക്ക് ഞാനും നിങ്ങളും പോയി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ വേണം, എന്തൊക്കെ ടെസ്റ്റ് വേണം, എന്തൊക്കെ ഇന്റർവ്യൂ വേണം. ഇവിടെ ആര്, ഇപ്പോൾ ഞാൻ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നതല്ല. നരേന്ദ്രമോദി ആകട്ടെ, ഏത് എം.എൽ.എ ആകട്ടെ, എം.പി ആകട്ടെ, അവന്റെ പൊളിറ്റിക്സ്, അവൻ എവിടെ നിന്ന് പഠിച്ചു, എന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? അവൻ ജയിച്ചു കഴിഞ്ഞാൽ അവൻ അധികാരം നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ ഫലമല്ലേ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ പൊന്നുപ്രേക്ഷകരെ, ആരാണ് രാഘവ് ചാദ? അയാൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം ക്ലിയറായി കൃത്യമായിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പൊന്നുപ്രേക്ഷകരെ, ആരും സ്കിപ്പ് ചെയ്യണ്ട. നരേന്ദ്രമോദിയും കൂട്ടാളികളും ആന്ധ്രാപ്രദേശിൽ നടത്തിയ അട്ടിമറി, ആ ഒരു വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തത് നിങ്ങൾ കാണണം. അതിനു മുമ്പ്
നമ്മുടെ രാഘവ് ചാദ പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, इस देश का मिडिल क्लास कमर तोड़ मेहनत करता है, लेकिन इस मेहनत के बावजूद मिडिल क्लास गरीब हो रहा है, अमीर नहीं हो रहा। जितने डेटा का पैसा हमसे लिया जाता है उतना डेटा हमें यूज करने दिया जाए, वो एक्सपायर ना हो। ये हमारे मेहनत के पैसे से खरीदा गया डेटा है। Sir, I demand in this August House to make paternity leave a legal right in India. सर, थर्ड मेरा प्रपोजल है नो बैंक चार्जेस फॉर नॉट मेंटेनिंग मिनिमम अकाउंट बैलेंस। खाने में खतरनाक मिलावट का मुद्दा, फूड अडल्ट्रेशन का। सर, आज मैं प्री पेड प्लान के जो मोबाइल यूजर्स हैं उनकी ओर से 2 समस्याएं उठाना चाहता हूं। सर, पहली समस्या है कि रिचार्ज खत्म होने के बाद आउटगोइंग के साथ साथ इनकमिंग कॉल का भी बंद होना। दूसरी समस्या जो टेलीकॉम ऑपरेटर का 28 दिन का मंथली रिचार्ज। इस जीवन में 2 ही चीजें निश्चित हैं, डेथ यानी कि मृत्यु, और दूसरा है टैक्स। 1 केजी अगर एक्सेस बैगेज हो जाए तो फ्लाइट आपसे हजारों रुपए का किराया वसूलती है, लेकिन कई घंटों के डिले के लिए क्या फ्लाइट हमें कॉम्पनसेट करती है? इंडियन पेपर लीक हमने देखा, देश भर में देखा कि कैसे पेपर लीक हुए, क्या उसमें माफियाओं का राज रहा और कैसे बच्चों का भविष्य आज अंधकार की कागार पे खड़ा हुआ है। क्योंकि एयर पोल्यूशन का सारा दोष देश के किसान पर मढ़ा जाता है। आज मैं उस किसान की आवाज उठाना चाहता हूं। सरकार से मांग करता हूं कि हेल्थ और लाइफ इंश्योरेंस पर कम से कम हम जीएसटी ना लगाएं। ये कोई लग्जरी गुड या लग्जरी प्रोडक्ट नहीं है। सर, आज एयरपोर्ट्स पर खाना इतना महंगा है, क्या इस पर कोई रेगुलेशन नहीं होना चाहिए? क्या कोई अफोर्डेबल कैंटीन का मैकेनिज्म नहीं होना चाहिए? सर, मैं बात कर रहा हूं जोमेटो और स्विगी के डिलीवरी बॉयज की। सर, आज मैं इनका दर्द सदन में रखना चाहता हूं और ये 10 मिनट की डिलीवरी का जो जुल्म है इसे समाप्त करना चाहिए। कहीं कैशलेस इलाज अचानक मना कर दिया जाता है, महीनों तक फाइल लटकाई जाती है, रीइंबर्समेंट नहीं मिलता। और आज मैं उन्हीं सिटीजन्स की जो टोल प्लाजा पे हैरेसमेंट फेस करते हैं उनका मुद्दा आपके सामने रखना चाहूंगा कि फुल कॉस्ट रिकवरी के बाद भी टोल वसूला जाता है 20-20, 30-30 साल तक। जब आप बैंक को पूरे विश्वास के साथ अपना डेटा देते हैं, क्या बैंक आपके डेटा को सुरक्षित रख पाता है? अब ये लीक है कि जाने अनजाने में डेटा शेयरिंग है, ये फैसला मैं आप तक छोड़ता हूं। मैं सरकार से निवेदन करता हूं कि हर भारतीय को एनुअल हेल्थ चेकअप का लीगल राइट दिया जाए। बाटा कंपनी का जूता पहनने वाला भी आज हवाई जहाज की टिकट नहीं खरीद पा रहा है। हम सांसदों को तो फ्लाइट की रीइंबर्समेंट मिल जाती है सर, आप उस आम नागरिक का सोचिए जो इस स्काई रॉकेटिंग एयर प्राइसेस से जूझ रहा है। दैट इज द इशू ऑफ फेयर यूज एंड आर्बिट्ररी कॉपीराइट स्ट्राइक्स बाय डिजिटल प्लेटफॉर्म्स। जो इंटेंट था कि जीएसटी कम होगा तो वस्तुएं सस्ती होंगी, वस्तुएं सस्ती होंगी तो कंजम्पशन बढ़ेगा, कंजम्पशन बढ़ेगा तो डिमांड बढ़ेगी। ये हुआ नहीं, और ये इसलिए नहीं हुआ सर क्योंकि प्राइवेट कंपनियों ने इस मुनाफे को जनता को नहीं सौंपा। എന്താല്ലേ, ഇദ്ദേഹം നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്, സാധാരണക്കാരായ നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ മെയിനായിട്ടുള്ള 3 പോയിന്റ് ഞാൻ പറയാം. ആദ്യം ഇദ്ദേഹം പറഞ്ഞത്, എയർപോർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലഗേജിൽ ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 2 കിലോ കൂടിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്, ആ ടാക്സ് മറ്റേ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സാധനം നമ്മൾ അവിടെ വെച്ച് പോകണം. അതേ എയർപോർട്ടിൽ നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ 240 രൂപ കൊടുക്കണം. ഇത് എന്ത് ന്യായമെന്ന്. അതിനുശേഷം റീചാർജിന്റെ കാര്യം പറയുന്നു. അതായത് നമ്മളതൊക്കെ കാണണം, ഇപ്പം 350 രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് ന്യായമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പൊന്നുപ്രേക്ഷകരെ, നമ്മൾ ഡെലിവറി, അതായത് സൊമാറ്റോ സ്വിഗ്ഗി ഡെലിവറിക്കാരെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമല്ലേ? പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെറിയ ചെറിയ ഹെൽപ്പ് നമുക്ക് വേണ്ടത്, അതൊക്കെ ഇദ്ദേഹം പറയുകയാണ്. ഇതുപോലെയുള്ള ഒരു നേതാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വലിയൊരു പദവിയിൽ നിന്ന് പാർട്ടി നീക്കുകയാണ്. ഇദ്ദേഹം വലിയൊരു ആം ആദ്മി പാർട്ടിക്കാരനാണ്. നിങ്ങൾ ഈ ഒരു വാർത്ത കാണണം. BJPയിലേക്ക് പോകുമെന്ന് അഭ്യൂഹം, അതുകൊണ്ട് രാഘവ് ചാദയെ വലിയൊരു സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ആം ആദ്മി പാർട്ടി. അതായത് പൊന്നുപ്രേക്ഷകരെ, ഞാനൊരു കാര്യം പറയാം, ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം. ഇദ്ദേഹം ഉണ്ടെങ്കിൽ സാധാരണക്കാരായ നമുക്കെന്തെങ്കിലും കിട്ടും. ഇദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റേ ഈ എയർപോർട്ടിൽ 10 രൂപ ചായക്കാക്കിയതുപോലെ നമുക്ക് സാധാരണക്കാർക്ക് ഡേറ്റ ഒന്നെങ്കിൽ 200 രൂപ റീചാർജ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ 30-31 ദിവസം നമുക്ക് ഒരു മാസം ഡാറ്റ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് സാധാരണക്കാർക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ നരേന്ദ്രമോദിയും മറ്റേ ചന്ദ്രബാബു നായിഡും ആന്ധ്രാപ്രദേശിനെ ചതിക്കുകയാണ്. രാത്രിക്ക് രാത്രി വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുകയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പ്, തെളിവിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ജനാധിപത്യത്തിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന വെടിയുണ്ടകളാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും പുറത്തുവരുന്ന ഓരോ കണക്കുകളും. വെറുമൊരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് വസ്തുതകളുടെയും കണക്കുകളുടെയും പിൻബലത്തിൽ സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ ഉയർത്തുന്ന ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നരേന്ദ്രമോദിയുടെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ഉറക്കം കെടുത്തുന്നതാണ്.
അർദ്ധരാത്രിയിൽ നടന്ന അദൃശ്യ വോട്ടിംഗ്, വെറും 6 സെക്കൻഡിൽ വീണ വോട്ടുകൾ. ഇത് ജനാധിപത്യമാണോ അതോ ഡിജിറ്റൽ അട്ടിമറിയോ? ഡൽഹിയിലെ ചെങ്കോട്ടയെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ കസേര ഇളകിയാൽ വീഴുന്നത് മോദി ഭരണത്തിന്റെ അവസാനത്തെ തുറപ്പുചീട്ടായിരിക്കും. ആന്ധ്ര മോഡൽ അട്ടിമറിയുടെ ഉള്ളറകളിലേക്ക് കടന്നാൽ രാജ്യം നടുങ്ങി വിറയ്ക്കും. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. എന്നാൽ ആ വോട്ടുകൾ മനുഷ്യർ രേഖപ്പെടുത്തിയതാണോ അതോ യന്ത്രങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 175-ൽ 164 സീറ്റുകൾ വാരിക്കൂട്ടി ചന്ദ്രബാബു നായിഡുവും NDAയും അധികാരത്തിലെത്തിയപ്പോൾ അതിനു പിന്നിൽ അർദ്ധരാത്രിയുടെ മറവിൽ നടന്ന അവിശുദ്ധ നീക്കങ്ങളുണ്ട് എന്ന് പരകാല പ്രഭാകർ കണക്കുകൾ നിരത്തി തുറന്നു കാണിക്കുകയാണ്. ഇവിടെ NDA സഖ്യമാണ് 2024-ൽ 175-ൽ 164 സീറ്റുകളും നേടി വൻ വിജയം നേടിയത്. 3500ഓളം ബൂത്തുകളിൽ പുലർച്ചെ 2 മണി വരെ പോളിംഗ് നടന്നു എന്നുമാണ് ആരോപണം. രാത്രി 8 മണിക്കും പുലർച്ചെ 2 മണിക്കും ഇടയിലായിട്ട് 52 ലക്ഷം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. അർദ്ധരാത്രിക്ക് ശേഷം ഓരോ 20 സെക്കൻഡിലും ഒരു വോട്ട് രേഖപ്പെടുത്തിയെന്നും പരകാല പ്രഭാകർ ആരോപിക്കുന്നുണ്ട്. ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം 14 സെക്കൻഡാണ് റീസെറ്റ് ചെയ്യാൻ EVM-ന് ആവശ്യമുള്ളത്. ഇവിടെയാണ് 6 സെക്കൻഡിൽ അടുത്ത വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. 8 മണിക്ക് ശേഷം നടന്ന വോട്ടിംഗിൽ അസാധാരണത്വം ഉണ്ടെന്നും പരകാല പ്രഭാകർ ആരോപിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ 4ാം തവണയും മുഖ്യമന്ത്രിയായിട്ട് ചന്ദ്രബാബു നായിഡു തിരിച്ചു വരുന്നതാണ് 2024 തെരഞ്ഞെടുപ്പിൽ കാണാനായത്. TDP മാത്രം 135 സീറ്റുകളാണ് നേടിയത്. NDA സഖ്യത്തിലെ BJP 8 സീറ്റും പവൻ കല്യാണിന്റെ ജനസേന 21 സീറ്റുമാണ് നേടിയത്. 2024 മെയ് 13-ന് 5 മണിക്ക് ആന്ധ്ര മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളോട് 68.04% പോളിംഗ് നടന്നതായിട്ട് വിശദമാക്കി. രാത്രി 8 മണിക്ക് നൽകിയ പ്രസ്താവനയിൽ ഇത് 68.12% രാത്രി 11:45-ന് ഇത് 76.50% 4 ദിവസങ്ങൾക്ക് ശേഷം നൽകിയ പൂർണ്ണ വിവരത്തിൽ ഇത് 81.79% മാറിയെന്നതും സംശയത്തോടെയാണ് കാണുന്നത്. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ SY ഖുറേഷി, മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നിവരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയില്ലായ്മയെ വിമർശിച്ചു. ഓരോ ബൂത്തിലെയും വോട്ട് വിവരങ്ങൾ അടങ്ങിയ ഫോം 17C പരസ്യപ്പെടുത്തതിനെ തുടർന്ന് പ്രശാന്ത് ഭൂഷൺ ചോദ്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് രേഖകളുടെ കൃത്യമായ ഓഡിറ്റിംഗ് വേണമെന്നും VVPAT സ്ലിപ്പുകൾ നിർബന്ധമായിട്ടും എണ്ണണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 175 സീറ്റുകളിൽ 164 സീറ്റും നേടിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം ആന്ധ്രയിൽ അധികാരത്തിലെത്തിയത്. ആ അധികാരം പിടിച്ചത് ഇങ്ങനെയാണ് എന്നാണ് കണക്കുകൾ. രാത്രി 11:45-ന് ശേഷം ഏതാണ്ട് 17 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നത് കേവലം അവിശ്വസനീയമാണ്. അതിലും ഞെട്ടിക്കുന്നത് വോട്ടിംഗിന്റെ വേഗതയാണ്. ഒരു EVM മെഷീൻ അടുത്ത വോട്ടിനായിട്ട് തയ്യാറെടുക്കാൻ 14 സെക്കൻഡ് എടുക്കുമ്പോൾ ആന്ധ്രയിലെ ആയിരക്കണക്കിന് ബൂത്തുകളിൽ വെറും 6 സെക്കൻഡിൽ ഓരോ വോട്ട് വീതം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് എന്ത് സൂപ്പർമാൻ പവറാണ് ചെയ്തത് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യസാധ്യമായ ഒന്നല്ല ആന്ധ്രയിലെ വോട്ടിംഗ് ശതമാനത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഈ ആരോപണങ്ങൾ വെറും പുകയല്ല, മറിച്ച് മോദി സർക്കാരിനെ ചുട്ടരിക്കാൻ പോകുന്ന തീപ്പൊരിയാണ്. കേന്ദ്രത്തിൽ തൂക്കുമന്ത്രിസഭയെ നയിക്കുന്ന BJPക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ 16 സീറ്റുകൾ ജീവവായുവാണ്. എന്നാൽ ആന്ധ്രയിലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി തെളിയിക്കപ്പെട്ടാൽ ചന്ദ്രബാബു നായിഡുവിന് അധികാരത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും. സഖ്യകക്ഷികളുടെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ സിംഹാസനം അതോടെ തകർന്നു വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറികളിലൂടെയും EVM കൃത്രിമങ്ങളിലൂടെയും ജനവിധി അട്ടിമറിക്കാമെന്ന് കരുതുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയായിരിക്കും വരാനിരിക്കുന്നത്. നാണമുണ്ടോ? അതായത് നമ്മുടെ ഇന്ത്യയെ കൊലക്ക് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവരൊക്കെ പിടിച്ചിട്ട് തൂക്കിക്കൊല്ലണമെന്നാണ്. ജനാധിപത്യമല്ലേ ഇവിടെ തകർക്കുന്നത്. അതായത് നരേന്ദ്രമോദി ഭരിക്കട്ടെ രാജ്യം. അദ്ദേഹം കാണിക്കുന്ന നല്ലത് കണ്ടിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേണം അദ്ദേഹത്തെ നമ്മൾ ജയിപ്പിക്കാനല്ലേ. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ വളരെ മോശം പൊന്നുപ്രേക്ഷകരെ. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ.